നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ രാത്രി 8:30 ആയപ്പോഴാട്ടോ ഇക്ക എന്നെ വിളിക്കുന്നത്. 9:30ക്കാണ് ഷോ തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങളും ഫ്രണ്ട്സും എല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ സിനിമയ്ക്ക് പോകുന്നത്. ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയോണ്ട് വളരെ നേരത്തെ എത്തി ഗൈസ്. അങ്ങനത്തെ സ്റ്റെപ്പ് ഒരുപാട് കൂടുതലായതുകൊണ്ട് വൈഫിനെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതാ പുറകെ ഓടി കയറുന്നുണ്ട്. അങ്ങനെ 5th ഫ്ലോറിലാണ് നമ്മുടെ മൂവി തിയേറ്റർ വരുന്നത്. അതാണ് ഞങ്ങൾ ഇത്ര ക്ഷീണിച്ചത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി നേരെ നമ്മൾ സിനിമയ്ക്ക് കയറാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു പോപ്കോൺ മേടിച്ചുകൊണ്ട് കയറാമെന്ന്. അല്ലെങ്കിൽ പിന്നെ അത്ര നമ്മൾ അവിടെ ഇരുന്നിട്ട് വെറുതെ പോപ്കോൺ ഒന്നും തിന്നാണ്ടിരിക്കണമല്ലോ. ഇന്റർവെൽ കുഞ്ഞുമോളെ നമ്മുടെ ഒരു വഴിക്കാക്കും നിർബന്ധിച്ച്. അപ്പോൾ ആ പോപ്കോൺ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സിനിമ കാണാൻ കയറി. അവരിലൂടെ ചെന്നാൽ പിന്നെ അവരുടെ അടുത്താണ് കുഞ്ഞുമോൾ ഇരിക്കത്തുള്ളൂ. ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ഇട്ടോ ഇരിക്കുന്നത്. അങ്ങനെ സിനിമ തുടങ്ങി. നമ്മുടെ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയായിരുന്നു കേട്ടോ. നല്ലൊരു സിനിമയാണ്, ഫാമിലി മൂവിയാണ്, നല്ലൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ തരുന്നൊരു മൂവിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നല്ല റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്. നേരെ ചായ കുടിക്കാനാണ് പോകുന്നത്. നമ്മൾ പിന്നെ സിനിമ കണ്ടിട്ട് ഇറങ്ങിയ നേരെ ചായ കുടിക്കാനാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്ന് നുറുക്കും ചായയും കപ്പ് കേക്കും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.